എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഉണക്കമാങ്ങ അച്ചാറുണ്ടാക്കാം. ഇതാണ് ഉണക്കമാങ്ങ. ഇത് കഴിഞ്ഞ വർഷത്തെ മാങ്ങയാണ്. നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ 1 കിലോ മാങ്ങ എടുത്തിട്ടാണ് അച്ചാറുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. നൂറ് ഗ്രാം വെച്ചിട്ടാണ് പിടിച്ചത്. അപ്പോൾ 1 കിലോന് 1 കിലോ മാങ്ങയ്ക്ക് 100 ഗ്രാം ഇഞ്ചി വേണം. ഇഞ്ചി കുറച്ച് കൂടുതലുണ്ട്. ഇഞ്ചി ഞാൻ എടുക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ, ഇനി കുറയ്ക്കണില്ല. അതുപോലെ വെളുത്തുള്ളി 100 ഗ്രാം, പച്ചമുളക് ഒരു 100 ഗ്രാം എടുക്കുന്നുണ്ട്. ഇത്രയ്ക്ക് വേപ്പില. ഇനി ഓരോന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം ഇഞ്ചി അരയ്ക്കാം. തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, നല്ലോണം കഴുകി വൃത്തിയാക്കാൻ. ഇഞ്ചി അരച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുകൂടെ തന്നെ വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളിയുടെ തോലൊന്നും കളഞ്ഞിട്ടില്ല, കളയേണ്ട ആവശ്യമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാതും കൂടി ഇങ്ങനെ അരയ്ക്കണതെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും പേസ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നാര് പോലെ കിടക്കില്ലേ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതുപോലെ അരച്ചിട്ടുണ്ട്. ഇനി ഈ വേപ്പലയും കൂടി അരച്ചെടുക്കാം. ഇതിൽ തന്നെ ഇട്ടിട്ട് അരയ്ക്കാം. കുറച്ച് തോന വേപ്പല എടുക്കുന്നുണ്ട്. 1 കിലോ മാങ്ങയ്ക്ക് 100 ഗ്രാം മുളക് പൊടിയാണ് വേണ്ടത്. പച്ചമുളക് അരച്ച കാരണം 100 ഗ്രാം മുളക് പൊടി എടുക്കണില്ല, 75 ഗ്രാം എടുക്കണം. ഈ അരച്ച പേസ്റ്റിലേക്ക് ഈ മുളക് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. പാൻ ചൂടായി എണ്ണ ഒഴിക്കണം. കുറച്ച് കടുക് ഇട്ടിട്ട്, കടുക് പൊട്ടി ഈ മസാല ഇട്ട് കൊടുക്കാം. മസാലയുടെ വെള്ളത്തിൻ്റെ അംശം മുഴുവനും പോയിട്ട് എണ്ണ തെളിഞ്ഞ് വരണ വരെ വഴറ്റിയെടുക്കണം. എണ്ണ കുറവുണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കണം. മസാല മൂത്തു എണ്ണ തെളിഞ്ഞ് വന്നു. എണ്ണ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ അത് വീഡിയോ എടുത്തില്ല എന്ന് മാത്രം. ആവശ്യത്തിനുള്ള എണ്ണ ഉപയോഗിക്കണം. നമുക്ക് വീട്ടിലേക്കുള്ളതല്ലേ, അപ്പോൾ കുറച്ച് എണ്ണ കൂടുതലായാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാണ്ടല്ലേ ഉണ്ടാക്കണത്, അപ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ വേണം. ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളി കുറവുള്ളതാണ്, ഞാൻ തന്നെ ഉണ്ടാക്കണതാണ് ഈ വിനാഗിരി. ആവശ്യത്തിന് പുളിയുള്ള മാങ്ങയായ കാരണം പുളി വേണ്ട നമുക്ക്, ഭയങ്കര പുളിയ മാങ്ങ. ഇത് ഉണങ്ങിയ മാങ്ങയായ കാരണം ഇത് തികയില്ല. അപ്പം ഞാൻ തിളപ്പിച്ച വെള്ളം വെച്ചിട്ടുണ്ട്, തിളപ്പിച്ച ആറ്, അതും കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് മാങ്ങയിടാം. ഈ മാങ്ങ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. വേണം, ഞാൻ മെല്ലെ ചെറിയ തീയിലിട്ടിട്ടാണ് ഇത് ചെയ്യണത്. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്, തിളപ്പിച്ച വെള്ളമാണ്. ഇത് ചെറു തീയിൽ ഇങ്ങനെ ഒന്ന് കിടന്ന് വേവട്ടെ. ഈ മാങ്ങയൊക്കെ നല്ലോണം ഒന്ന് കുതിരട്ടെ. അച്ചാറ് കുറുകി വരുന്നുണ്ട്, കളറൊക്കെ മാറി കണ്ട, മസാലയൊക്കെ പൊതിഞ്ഞു. നല്ല പുളിയുണ്ട്, ഉപ്പുണ്ട്, ഒന്നും ഇടണ്ട. ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇത് ഉലുവ പൊടിച്ചതാണ്, കായം പൊടിച്ചത്, സ്വല്പം കൂടി ഇടുന്നു. ഓഫ് ചെയ്യാം. ഇന്നലെ രാത്രി അച്ചാറുണ്ടാക്കിയത് ഒന്ന് നോക്കാം എങ്ങനെയുണ്ട്. അയ്യോ ഒക്കെ വരല്ലേ, കട്ടായി. മസാല പൊതിഞ്ഞിരിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉപയോഗിക്കണം. ഇനി ഈ മാങ്ങ ഇല്ലെങ്കിലും സാധാരണ മാങ്ങ ആയാലും ഇതുപോലെ അരച്ചിട്ടുണ്ടാക്കി നോക്ക്. പിന്നെ എല്ലാവരും ഒന്ന് കമൻറ്റ് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് എങ്ങനെ ചെയ്തതായോ? ഓക്കെ.